ഹലോ, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ മറികടന്ന് സെയിൽ വർദ്ധിപ്പിക്കാനുള്ള സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. പലരും പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കി സെയിൽസിൻ്റെ ക്ലാസ്സിൽ പോയി പഠിക്കുന്ന സംഗതിയാണ്. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓണർ എന്ന നിലക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമ്മളുടെ സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്, നമ്മുടെ അടുത്തുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് നമ്മളുടെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഓഫറിൻ്റെ കൂട്ടത്തിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് കയറ്റാൻ പറ്റിയൊരു സംഗതിയാണ് പവർ ഗ്യാരണ്ടി എന്ന് പറയും. ഓർഡിനറി ഗ്യാരണ്ടി അല്ല, പവർ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വിശദീകരണം ഞാൻ പറയും. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽ വർദ്ധിക്കും. എന്താണ് പവർ ഗ്യാരണ്ടിയും ഓർഡിനറി ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം? പവർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് വിചാരിച്ചിരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് കടന്ന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മെമ്മറബിൾ ആയിരിക്കണം, നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഓർത്തിരിക്കാൻ സാധിക്കണം. കാരണം ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർഡിനറി ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഓർത്തിരിക്കാൻ പറ്റുന്ന, അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ഗ്യാരണ്ടി അവരുടെ മുമ്പിലേക്ക് വരാൻ നേരത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റിലും സർവീസിലും, ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നമ്മളുടെ പ്രൊഡക്റ്റിലും സർവീസിലും നമ്മൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഗ്യാരണ്ടി. ചുമ്മാ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് എന്നുള്ളൊരു എവിടെയെങ്കിലും എഴുതി വെച്ച് ഇങ്ങനെ അതൊരു കോളത്തിലാക്കി വെക്കണതിനെ പറ്റിയല്ല പറയണത്. വിശദീകരിക്കാം. ഗ്യാരണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക് റിവേഴ്സലാണ്. കംപ്ലീറ്റ് റിസ്ക്കും സംരംഭകനായിട്ടുള്ള നമ്മൾ ഏറ്റെടുക്കും. നമ്മളുടെ കസ്റ്റമറുടെ തലയിൽ യാതൊരുവിധ റിസ്ക്കും ഇല്ല. ഇതിങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പരസ്യങ്ങളെല്ലാം അധിക സമയവും ചെല്ലണത് കോൾഡ് ഓഡിയൻസിലേക്കാണ്. ഓഡിയൻസ് രണ്ട് തരത്തിലുണ്ട്, വാം ഓഡിയൻസും കോൾഡ് ഓഡിയൻസും. വാം ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയുന്ന ഓഡിയൻസ്, നമ്മൾ ആരാണെന്ന് അവർക്ക് ഓൾറെഡി അറിയാം. നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി, മുമ്പ് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സ്, ഇവരെല്ലാം വാം ഓഡിയൻസാണ്. നമ്മൾ ആരാണെന്ന് അവർക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ബിസിനസ് ഒരു പോയിന്റിൽ നിന്ന് അങ്ങ് സ്കെയിൽ ചെയ്യണമെങ്കിൽ പുതിയ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മളുടെ പരസ്യം ചെല്ലണം. അവർക്ക് നമ്മൾ ആരാണെന്ന് അറിയില്ല, അവർ കോൾഡ് ഓഡിയൻസാണ്. ഈ ഡയറക്റ്റ് കോൾഡ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഈ പരസ്യം ചെല്ലാൻ നേരത്ത് അവർ ഓൾറെഡി സ്കെപ്റ്റിക്കലാണ്, അവർ സംശയത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ സംശയത്തിൻ്റെ വക്കിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഒന്നും ഒരു പ്രത്യേക റീസൺ അവരുടെ അടുത്തില്ല. ചിലപ്പോൾ ഫ്രോഡായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം, എന്തും ആയിക്കോട്ടെ, അവർക്ക് നമ്മളെ വിശ്വസിക്കാൻ പ്രത്യേക റീസണൊന്നും അവരുടെ കയ്യിലിപ്പോൾ നിലവിലില്ല. ഇത്തരം ആളുകളുടെ അടുത്തേക്കാണ് നമ്മളുടെ പരസ്യം ചെല്ലണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എല്ലാവരും ചെയ്യുന്ന ഓർഡിനറി രീതിയിലുള്ള ഓഫറാണ് നമ്മളും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് മറ്റ് പരസ്യങ്ങൾ പോലെ തന്നെ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് കാണും. അപ്പോൾ ഓൺലൈനിലാണ് നിങ്ങൾ പരസ്യം കൊടുക്കണമെങ്കിൽ ഈ ആളുകൾ എന്നെല്ലാം പറഞ്ഞാൽ ജസ്റ്റ് ഓൺലൈനിലുള്ള എവിടെയൊക്കെയുള്ള ആളുകളാണ്, അവർക്ക് അറിയില്ല. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് പവർഫുള്ളായിട്ടുള്ള കോൺഫിഡൻസോട് കൂടിയുള്ള പവർ ഗ്യാരണ്ടിയാണ് അവരുടെ മുമ്പിലേക്ക് എത്തേണ്ടത്. അവരുടെ കണ്ണ് പെട്ടെന്ന് തന്നെ അതിലേക്ക് അറ്റാച്ച് ആകണം. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ളൊരു ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇവിടെ പലപ്പോഴും ഈ ഗ്യാരണ്ടിയുടെ വിഷയത്തിൽ പല ബിസിനസ് ഓണേഴ്സിനും ഒരു ടെൻഷനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കൊടുക്കാനൊരു പേടിയുണ്ട് അവർക്ക്. ഇത് പലരും മിസ്യൂസ് ചെയ്താലോ എന്ന് കരുതി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സും ഫ്രോഡ് കസ്റ്റമേഴ്സ് അല്ല. എല്ലാവരും കൊള്ളക്കാരാണെന്നുള്ളൊരു വിശ്വാസം നമുക്ക് പാടില്ല. 5 കസ്റ്റമർ വരാൻ നേരത്ത് ചിലപ്പോൾ ഒരാൾ മേ ബി അത് മിസ്യൂസ് ചെയ്തേക്കാം, ചെയ്യില്ല എന്ന് പറയാനുള്ള. പക്ഷേ ഈ ഒരാളെ പേടിച്ച് നമ്മൾ ഈ പവർ ഗ്യാരണ്ടി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് പൊട്ടൻഷ്യൽ സെയിൽ കുറയും. പവർ ഗ്യാരണ്ടി ഈ ഗ്യാരണ്ടി കൊടുക്കില്ല എന്ന് പലരും വാശി പിടിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും വലിയ വിശ്വാസമില്ല. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് റെഡി ആവുമെന്ന് അറിയില്ല. ചിലപ്പോൾ അത് 6 മാസം കഴിയുമ്പോഴത്തേക്കും കംപ്ലൈൻ്റ് ആവും. പക്ഷേ നിങ്ങൾ പറയുന്നു ആ എടുത്തോ, കുഴപ്പമില്ല, 5 കൊല്ലത്തേക്കൊന്നും അതിന് പറ്റൂല്ലെങ്കിൽ എന്നാൽ 5 കൊല്ലത്തെ അങ്ങ് കൊടുക്ക്. എല്ലാവരും 1 കൊല്ലമാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഇയർ അങ്ങോട്ട് കൂട്ടുക. മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാളും കവച്ച് വെച്ചിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളുടെ സെയിൽ നല്ല രീതിയിൽ തന്നെ അത് ഉയർത്തും, പ്രത്യേകിച്ച് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുതലായിട്ട്. കാരണം ഇങ്ങനെ പേടിച്ചിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഓർഡിനറി ടൈപ്പ് ഓഫറായിരിക്കും
അധിക സമയം ആ ഇൻഡസ്ട്രിയിൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും നമ്മളും ചെയ്യുന്നത്. സ്കെയിലപ്പ് പറ്റില്ല. സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾക്ക് വളരണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളുടെ ഓഫർ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അതായത് നമ്മളെ അറിയാത്ത കോൾഡ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് നമ്മളുടെ പരസ്യം ചെന്നാൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ് വളർത്താനായിട്ട് പറ്റുള്ളൂ. അവരെപ്പോഴും സംശയത്തിലായിരിക്കും. ഈ സംശയത്തിൽ നിൽക്കുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയില് നടക്കാനുള്ളൊരു ഫ്രിക്ഷനാണ്. സെയില് നടക്കുന്ന സമയത്ത് വരുന്നൊരു ഫ്രിക്ഷനാണ് ഈ സംശയം എന്നുള്ളത്. ആ സംശയത്തിനെ എടുത്തങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ സെയിൽ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് അങ്ങ് ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അത് പവർ ഗ്യാരണ്ടി ആയിരിക്കണം, സാധാ ഓർഡിനറി ഗ്യാരണ്ടി അല്ല. നമ്മളുടെ കസ്റ്റമർ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നിട്ട് തന്നെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കണം. ഇനി അതുപോലെ തന്നെ പല ബിസിനസ് ഓണേഴ്സിനും അവരുടെ പ്രൊഡക്റ്റിലും സർവീസിലും നല്ല കോൺഫിഡൻസ് ഓൾറെഡി ഉണ്ട്. എന്നിട്ടും അവരത് അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കില്ല, അവരുടെ പരസ്യത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾ ഓൾറെഡി കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ എന്നാൽ പിന്നെ അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കിക്കൂടെ? കാരണം അത് ഒരു വലിയ വിഭാഗം കസ്റ്റമറെ ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ ഓൾറെഡി കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കാതിരിക്കലാണ് മണ്ടത്തരം. അപകടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കാതിരിക്കലാണ് അപകടം. മറിച്ചല്ല, നിങ്ങൾ പേടിച്ച് ഗ്യാരണ്ടി എവിടെയെങ്കിലും ഒരു സൈഡിൽ ചെറുതായിട്ടൊക്കെ മെൻഷൻ ചെയ്യുന്നതിനേക്കാളും വളരെ വളരെ പവർഫുള്ളാണ് നിങ്ങളുടെ ഓഫറിൻ്റെ കോർ ഭാഗമായിട്ട് ആ പവർ ഗ്യാരണ്ടീനെ മാറ്റിക്കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. എല്ലാ പരസ്യങ്ങളിലും അത് ഉണ്ടായിരിക്കണം, ബ്രോഷറിൽ ഉണ്ടായിരിക്കണം, ബിൽ ബോർഡ്സ്, നോട്ടീസ്, പത്രം, എവിടെയാണോ നിങ്ങൾ പരസ്യം കൊടുക്കുന്നത് അവിടെയെല്ലാം ഈ പവർ ഗ്യാരണ്ടിയുടെ പ്രസൻസ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. സെയിൽ നടക്കുന്ന സമയത്തുള്ള ആ ഒരു ഫ്രിക്ഷൻ, ആ ചെറിയൊരു പേടി കസ്റ്റമറിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാളും കൂടുതൽ സെയിൽ നമുക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും. ഈ ഒരു ചെറിയ വിഭാഗം കസ്റ്റമർ അത് മിസ്യൂസ് ചെയ്യും എന്നുള്ള പേടി കൊണ്ട് നമ്മളിത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന വലിയ ട്രാഫിക്, വലിയ വിഭാഗം ഓഡിയൻസിൽ നിന്ന് നമുക്ക് കിട്ടാനിരിക്കുന്ന ആ എൻഗേജ്ഡ് ലീഡ്സിനെ മൊത്തം നമ്മൾ അകറ്റിക്കളയുന്നതിന് തുല്യമാണ് ഇത് കൊടുക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ശരിയാണ്, ഒരു ചെറിയ വിഭാഗം കസ്റ്റമേഴ്സ് മിസ്യൂസ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള, ഞാൻ ആമസോണിൽ 5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പല കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ഫോൺ കോളിൽ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആമസോണിൻ്റെ ഓഫീസിൽ ആമസോണിൻ്റെ സ്ട്രാറ്റജി എന്താണ്? ഇതെല്ലാം ചില ഫ്രോഡ് കസ്റ്റമേഴ്സ് ഉണ്ട്, മാർക്കറ്റിൽ ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്ന കസ്റ്റമേഴ്സ് എന്തായാലും ഉണ്ട്. ഈ ആളുകളെ പേടിച്ച് നമ്മളുടെ സർവീസിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഉദാഹരണം ആമസോണിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 7 days റിട്ടേൺ പോളിസി, 30 days റിട്ടേൺ പോളിസിയുള്ള ചില കാറ്റഗറികളുണ്ട് ആമസോണിൽ. ഇപ്പോൾ അവരുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഇപ്പോൾ ആമസോണിൽ വർക്ക് ചെയ്യണില്ല. ഇപ്പോൾ അവർ ചിലപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 30 days, അന്നൊക്കെ 30 days റിട്ടേൺ പോളിസി വരെ കൊടുക്കുന്ന ചില പ്രൊഡക്റ്റ് കാറ്റഗറികൾ ആമസോണിലുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ആമസോൺ ഈ കോൺഫിഡൻസ് കിട്ടിയത്? ആളുകൾ വാങ്ങിക്കുന്നു, ഡ്രസ്സ് വാങ്ങുന്നു, അവരെ ഒരു കല്യാണത്തിന് ഇടുന്നു, ഇതേ അടുത്ത ദിവസം തിങ്കളാഴ്ച അവർ റിട്ടേൺ അടിക്കുന്നു. ഇതേ ഷൂ വാങ്ങിക്കുന്നു, ഞായറാഴ്ച ദിവസം ഫംഗ്ഷൻ ഇടുന്നു, തിങ്കളാഴ്ച ദിവസം റിട്ടേൺ അടിക്കുന്നു. ഇത് വ്യാപകമായിട്ട് നടക്കുന്ന ഒരു സംഗതിയല്ല. ഒരു 100 കസ്റ്റമർ വാങ്ങാൻ നേരത്ത് അതിൽ 2, 3, 4 പേരാണ് അങ്ങനെ ചെയ്യുള്ളൂ. അധിക കസ്റ്റമേഴ്സും റെഗുലർ കസ്റ്റമേഴ്സും എല്ലാം തന്നെ നല്ല ആളുകളാണ്. അവർ കാശ് തരുന്നു, വെറുതെ ഒരാളെ ബുദ്ധിമുട്ടിക്കണമെന്ന് യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ലാത്ത ആളുകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ 95 പേരും നല്ല കസ്റ്റമേഴ്സാണ്. ഒരു 5 പേര് ഫ്രോഡ് പരിപാടി കാണിക്കും. ആ 5 എണ്ണത്തിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് നഷ്ടം വരും. പക്ഷേ നമ്മൾ ഈ പവർ ഗ്യാരണ്ടി കൊടുത്തില്ലെങ്കിൽ, ഈ റിട്ടേൺ പോളിസി നമ്മളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ആമസോൺ ചെയ്യണ പോലെ ആഡ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 95 ഓർഡർ നെറ്റ് സെയിൽ 95 കിട്ടിയല്ലോ. നമുക്ക് ടോട്ടൽ സെയിൽ 100 അതിൽ 5 റീഫണ്ട് പോയപ്പോൾ നെറ്റ് സെയിൽ 95 നമുക്ക് കിട്ടി. ഇത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് വല്ല 40, 50 ഓർഡറേ കിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അവർ ഇന്നും ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓർഡർ സെയിൽസ് വോളിയം കുറഞ്ഞു പോകും. അതാണ് പ്രശ്നം. ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഓർഡർ ചെയ്ത് എല്ലാവരും അങ്ങനെ റിട്ടേൺ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എടുക്കുന്ന ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. ബാങ്കിങ് ട്രാൻസാക്ഷനോ മറ്റ് ഫങ്ഷനാലിറ്റി ഒന്നും അറിയാത്ത പ്രായമായവർക്കൊന്നും ഓൺലൈൻ ട്രാൻസാക്ഷനൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തേ പറ്റൂ. ജസ്റ്റ് അവരുടെ വീട്ടിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഈ ആമസോണിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ഡെലിവറി എക്സിക്യൂട്ടീവ്സ് ചെല്ലാൻ നേരത്ത് കാശ് കൊടുക്കും. ഇതുകൊണ്ടാണ് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ വലിയ കമ്പനികളൊന്നും തന്നെ
ആ ഒരു ഫെസിലിറ്റി എടുത്ത് കളയാത്ത. അവർ പവർ ഗ്യാരണ്ടി കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. അവർ അറ്റ്ലീസ്റ്റ് ഈ ആ ഒരു വിശ്വാസം, ആ ഒരു ഫ്രിക്ഷനെ ഒഴിവാക്കണം. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ അടിക്കാമല്ലോ എന്നുള്ളൊരിത് മൈൻഡിലുള്ളത് കൊണ്ട് അവിടെ ഓർഡർ നടക്കും. നോ റിട്ടേൺ എന്ന് പറയാൻ നേരത്ത് അതൊരു ഫ്രിക്ഷനായി. ഈ ഫ്രിക്ഷൻ എടുത്ത് മാറ്റാൻ വേണ്ടിയാണ് സൈക്കോളജിക്കലി അവർ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഈ റിട്ടേണും റീഫണ്ട് പോളിസിയൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് അവർ അപ്ഡേറ്റ് ചെയ്യും, അങ്ങോട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യും. കുറേ സെയിൽ വരാൻ നേരത്ത് ഇനീഷ്യലി മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യും. ഇവിടെ നമ്മളും ചെയ്യേണ്ടത് ഇതാണ്. അതിനേക്കാളും കവച്ച് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പവർ ഗ്യാരണ്ടി അങ്ങോട്ട് കൊടുക്കുക കസ്റ്റമേഴ്സിന്. ഇനി ഇവിടെ വരാനിരിക്കുന്ന വേറൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല ഹൈ വാല്യൂ പ്രൊഡക്റ്റാണ് സെല് ചെയ്യണം, നല്ല കോസ്റ്റ് നിങ്ങൾക്ക് വരും, അത് ഉൽപ്പാദിപ്പിച്ച ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കാനായിട്ട് നല്ല കോസ്റ്റ് വരുന്ന പ്രൊഡക്റ്റോ സർവീസോ ആണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് കണ്ടീഷണൽ ഗ്യാരണ്ടി നിങ്ങൾക്ക് കൊടുക്കാം. എന്നാൽ ലോ വാല്യൂ ഉള്ള പ്രൊഡക്ട്സ് ആണ്, നിങ്ങൾ വില കുറഞ്ഞായിട്ട് ലോ ടിക്കറ്റ് പ്രൊഡക്ട്സ് സർവീസും ആണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഗ്യാരണ്ടി കൊടുക്കാം. കാരണം 100 പേര് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാക്സിമം 10 പേരൊക്കെയാണ് അത് എന്താ ചെയ്യുക, ഗ്യാരണ്ടീനെ പറ്റി നിങ്ങൾ ഗ്യാരണ്ടി തന്നല്ലോ എന്നാൽ പിന്നെ ആ ഗ്യാരണ്ടി യൂസ് ചെയ്തേക്കാം, അവരത് മാറ്റി അടുത്ത പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവർ ചെയ്യുള്ളൂ. ഇതിൻ്റെ പുറകെയൊന്നും അവർ നടക്കില്ല. ലോ ടിക്കറ്റ് ആണെങ്കിൽ. ഹൈ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടീഷണൽ ഗ്യാരണ്ടി കൊടുക്കാം. അപ്പോൾ ഒരു നിബന്ധന നമ്മൾ വയ്ക്കും, ഇന്ന കാര്യങ്ങളൊക്കെ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ എന്നിട്ടും റിസൾട്ട് വന്നില്ലെങ്കിൽ നമ്മളവർക്ക് ഫുൾ മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കും. അതുപോലെ തന്നെ അവർ മുടക്കിയതിൻ്റെ ഇരട്ടി തുക നമ്മളവർക്ക് മണി ബാക്ക് ഗ്യാരണ്ടിയൊക്കെ ആയിട്ട് കൊടുക്കും. ഇനി അതല്ല സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ പവർ ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ നിങ്ങളുടെ ആ ഒരു സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തു, കസ്റ്റമർക്ക് വേണ്ടത്ര റിസൾട്ട് വന്നില്ലെങ്കിൽ എപ്പോഴാണോ ആ റിസൾട്ട് വരുന്നത് ആ വരുന്നത് വരെ ഫ്രീ ഓഫ് ചാർജിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യും. എന്നാണോ അവർക്ക് ആ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് ആ പോയിന്റ് വരെ നമ്മൾ അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യും. ഇങ്ങനൊരു ഗ്യാരണ്ടി ഒരു കസ്റ്റമറുടെ മുമ്പിലേക്ക് എത്താൻ നേരത്ത് ഈ ഗ്യാരണ്ടി ഒന്നും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നുണ്ടാവില്ല. കാരണം അവർക്ക് പേടിയാണ് കൊടുക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെയൊക്കെ കസ്റ്റമർ ഫോളോ ചെയ്യണമെങ്കിൽ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയാം, അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ പേടി കൊണ്ട് പലരും ഇത് കൊടുക്കണില്ല. ഈ പേടിയാണ് നിങ്ങളുടെ സെയിലിനെ കുറച്ച് കളയണ സംഗതി. നിങ്ങൾ പലയിടത്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, എവിടെയെങ്കിലും സൈഡിലൊക്കെ ആയിട്ട് പേടിച്ച് വിറച്ചൊക്കെ മെൻഷൻ ചെയ്ത്. അങ്ങനെയല്ല, നിങ്ങളുടെ ഓഫറിൻ്റെ കോർ ഭാഗമാക്കി ഈ പവർ ഗ്യാരണ്ടീനെ നിങ്ങൾ മാറ്റണം. സെയിൽ തീർച്ചയായിട്ടും കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം ഒരു മാഗ്നറ്റ് പോലെ വലിയ വിഭാഗം സ്ട്രേഞ്ചേഴ്സിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാണ് ഈ ഗ്യാരണ്ടി. നിങ്ങളുടെ പരസ്യം അധിക സമയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോകുന്നത് കോൾഡ് ഓഡിയൻസിലേക്കാണ്, നിങ്ങളെ അറിയാത്ത ഓഡിയൻസിലേക്കാണ്. നിങ്ങളെ വിശ്വസിക്കാൻ പ്രത്യേകിച്ച് ഒരു റീസണും അവരുടെ അടുത്ത് നിലവിലിപ്പില്ല. ഓൾറെഡി നിങ്ങളിൽ നിന്ന് വാങ്ങിയവരാണെങ്കിൽ ഓക്കെ, അത് വാം ഓഡിയൻസാണ്. അവരെ നമുക്ക് ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി അവർ എക്സ്പീരിയൻസ് ചെയ്തു, നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവർ. ഇനി ഇതേപോലെ സ്ട്രേഞ്ചേഴ്സ് തുടർച്ചയായിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് അതൊരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വളരണത്. വളർച്ച വേണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് ബിസിനസ്സിലേക്ക് വന്നേ മതിയാവും, ഇല്ലെങ്കിൽ വളർച്ച ഉണ്ടാവില്ല. ഇങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ ഒരു മാഗ്നറ്റ് പോലെ വലിച്ചെടുക്കാൻ പറ്റിയതാണ് നമ്മളുടെ പവർ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി പവർ ഗ്യാരണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൂടുതൽ ചാർജ് ചെയ്യാം കസ്റ്റമറോട്. നമ്മൾ കംപ്ലീറ്റ് റിസ്ക്കും കസ്റ്റമറുടെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റിയൊക്കെയാണ്. കസ്റ്റമർക്ക് ഒരു റിസ്ക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനോ സർവീസിനോ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല എന്ന് മാത്രമല്ല, കസ്റ്റമർ പേ ചെയ്യുകയും ചെയ്യും. നമ്മളുടെ പേഴ്സണൽ കേസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റുകൾ നമുക്ക് വിശ്വാസമുള്ള വരിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സെയിം പ്രൊഡക്റ്റ് ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ വില കുറച്ച് കിട്ടിയേക്കാം. നമുക്ക് ആ ഒരു വ്യക്തിനെ, ആ ഒരു സ്ഥാപനത്തിനെ, ആ ബ്രാൻഡിനെ വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് എടുക്കും, വില ഒരല്പം കൂടുതലാണെങ്കിലും. ഇതേ സൈക്കോളജി തന്നെയാണ് റെഗുലർ നമ്മളറിയാത്ത നമ്മളുടെ പൊട്ടൻഷ്യൽ പ്രോസ്പെക്ട്സ് ഉണ്ടല്ലോ, നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരുടെ മൈൻഡിലും വന്നത്. നമ്മൾ ഇത്രയും ഒരു പവർ ഗ്യാരണ്ടി കൊടുക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും അതിന് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. എന്നാലും പ്രശ്നമില്ല, അവർ ഇത്രയും ഗ്യാരണ്ടി തരുന്നത് കൊണ്ട് നമുക്ക് അവരെ വിശ്വസിക്കാം. കാരണം അത്ര കോൺഫിഡൻ്റ് ആണ്. ഞാൻ പറയണത്, നിങ്ങളുടെ ഓഫർ കണ്ട് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഞെട്ടണം. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഞെട്ടേണ്ട രീതിയിൽ, എന്നാലാണ് അതിനെ പവർ ഗ്യാരണ്ടി എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അത് ഓർഡിനറി ഗ്യാരണ്ടി ആയിട്ട് മാറി.
കൊടുക്കാൻ പാടില്ലാത്ത ഗ്യാരണ്ടി എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ്, 100% ഗ്യാരണ്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ പേരിനെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്ന ഗ്യാരണ്ടി അല്ല നമുക്ക് കൊടുക്കേണ്ടത്. നമ്മളുടെ കോർ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്യാരണ്ടീനെ മാറ്റണം. അതായത് ഒരു മാഗ്നറ്റ് പോലെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ഈ ഗ്യാരണ്ടി അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ ഓഫർ ക്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഗ്യാരണ്ടിയാണ് ഏറ്റവും എന്താ പറയുക, കൺവേർഷന് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകം നിങ്ങളുടെ ഈ പവർ ഗ്യാരണ്ടിയാണ്. പല രീതിയിൽ നമുക്ക് പല പേരുകളിൽ പറഞ്ഞിട്ട് നമുക്ക് പവർ ഗ്യാരണ്ടി കൊടുക്കാം. ഇനി വരുന്ന അടുത്ത സ്ക്രീനിൽ ഞാൻ പവർ ഗ്യാരണ്ടിയുടെ ഫ്രേസുകൾ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഏതാണോ യോജിച്ചതെന്നുള്ളത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു പവർ ഗ്യാരണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.